നമസ്കാരം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറി കേട്ടോ. അപ്പോൾ ഈ സ്റ്റോറി എല്ലാവരും മുഴുവനായിട്ട് കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ കൂടുതലായിട്ടും അനന്യയും അതുപോലെ നമ്മുടെ മനുവും തമ്മിലുള്ള ഭാഗങ്ങളാണ് കൂടുതലായിട്ടും കാണിച്ചിട്ടുണ്ടായിരുന്നത്. അവർ യാത്ര ചെയ്യുന്നതും അതുപോലെ അനന്യ പറയുന്നുണ്ടായിരുന്നു കല്യാണാലോചനയെ പറ്റി മനു ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ സംസാരമുണ്ട്, നിന്നെ കൊണ്ട് എന്നെ കെട്ടിക്കാനാണ് അങ്ങനെ ഒരു സംസാരം ഉണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കണം. മമ്മി എൻ്റെ അടുത്ത് ചോദിച്ചു, അപ്പം ഞാൻ മമ്മീനോട് പറഞ്ഞു ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സാണ് എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട് അത്ര മതി, അങ്ങനെ നിൽക്കട്ടെ എന്ന് പറയാണ്. അങ്ങനെ പിന്നെ അനന്യയെ അവളുടെ വീടിൻ്റെ മുന്നിൽ ഡ്രോപ്പ് ചെയ്തിട്ട് മനു വീട്ടിൽ കയറാതെ പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രേവതിക്കുട്ടിയും ഗ്രേസമ്മയും തമ്മിലുള്ള സംസാരമാണ്. കാരണം അവൾ ഷെറിൻ ഗർഭിണിയായിരുന്നു എന്നുള്ള ആ ന്യൂസ് രേവതിക്കുട്ടി ഫോണിൽ നിന്ന് കാണിച്ചു കൊടുക്കുകയും അപ്പോൾ ആ സമയത്ത് ആ പഴയ കാര്യങ്ങൾ ആ ഡേറ്റും കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ രേവതിക്കുട്ടിയോട് പറഞ്ഞിട്ട് ഗ്രേസമ്മ കരയുകയൊക്കെ ചെയ്യുന്ന സീനുകളാണ് കാണിച്ചത്. അങ്ങനെയാണ് ആ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഗ്രേസമ്മ ഭയങ്കര ഫീൽ ചെയ്തിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ എന്നാണ് ഇവർ മെസ്സേജ് അയച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ജനുവരിയിലാണ്, 2019 ജനുവരിയിലാണെന്ന് പറയുമ്പോൾ ആ സമയത്ത് ജോമോൻ ചേട്ടന് കല്യാണം നേരത്തെ വേണമെന്നെങ്ങാനും പറഞ്ഞിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷെറിൻ്റെ പഠിപ്പ് തീരാനായിട്ട് കാത്തൊന്നും നിൽക്കണ്ട, വേഗം കല്യാണം നടത്താം എന്നൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് ഞാനും മാമച്ചായനും അവനും കൂടെ ഷെറിൻ്റെ വീട്ടിൽ പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വർഷം മാർച്ചിലാണ് ജോമോൻ മരിക്കുന്നത്, അതായത് അപകടം സംഭവിക്കുന്നത്. 3-4 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. ആ ഹോസ്പിറ്റലിൽ എൻ്റെ അടുത്ത് ഞാനുണ്ട് മമ്മി, ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് എൻ്റെ കൈ പിടിച്ചുകൊണ്ട് അവളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവനെ മരിച്ച് ഇവിടെ കൊണ്ടുവന്ന സമയത്തും തല തല്ലി കരയായിരുന്നു പാവം. അന്നൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ ഇങ്ങനെ കാര്യം എന്ന് പറഞ്ഞിട്ട് ഗ്രേസമ്മ ഇങ്ങനെ പറയാണ്. എങ്ങനെ ഗ്രേസമ്മയെ ആശ്വസിപ്പിക്കും എന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് രേവതിക്കുട്ടി കേട്ടോ. അങ്ങനെ രേവതിക്കുട്ടി ഗ്രേസമ്മയോട് ഇനിയിപ്പോൾ തൽക്കാലം അതൊന്നും ഓർക്കേണ്ട ആൻറ്റി, നമുക്ക് എന്തെങ്കിലും ഇനി എന്ത് ചെയ്യാൻ പറ്റുന്നു, ഇനി എന്താണ് അടുത്തത് നമുക്കിങ്ങനെ ആലോചിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഗ്രേസമ്മയെ ഒരുവിധം ആശ്വസിപ്പിക്കുകയാണ്. അതിനുശേഷം രേവതിക്കുട്ടി അലീനയെ ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ. അലീനയെ ഫോൺ ചെയ്യുമ്പോഴൊന്നും അലീനയെ കിട്ടാറില്ല. അങ്ങനെ ഈ പ്രാവശ്യം ഫോൺ ചെയ്തപ്പോൾ അലീനയെ കിട്ടണം. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് ചേച്ചിയെ എപ്പോൾ വിളിച്ചാലും ഫോണിൽ കിട്ടില്ലല്ലോ, ചേച്ചി ഫോൺ ഓഫാക്കി വെക്കുകയാണോ എന്നൊക്കെ ചോദിക്കുക കേട്ടോ. ഞാൻ ഓഫാക്കുന്നതല്ല, ഇടയ്ക്ക് ഓഫാക്കും, ചില സമയത്ത് തന്നെ ഓഫായി പോണതാന്ന് പറയുമ്പോൾ ചേച്ചി ഈ ഫോൺ ഓഫാക്കി വെക്കല്ലേ, ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വിളിക്കുമ്പോൾ എനിക്ക് ചേച്ചിയോട് സംസാരിക്കണമെന്ന് തോന്നുമ്പോഴൊക്കെ വിളിക്കുമ്പോൾ എനിക്ക് കോള് കിട്ടാതെ ആകുമ്പോൾ ഭയങ്കര വിഷമമാണ്. ഇപ്പം തന്നെ ഞാൻ എന്തോരം നേരമായി വിളിക്കാൻ തുടങ്ങിയിട്ട് എന്ന് പറയണേ. അപ്പോൾ അലീന പറയുന്നുണ്ട് ശരി മോളെ, ഇനി ഞാൻ അങ്ങനെ ചെയ്യത്തില്ല, എന്താ നീ വിളിച്ച, എത്ര അത്യാവശ്യമായിട്ട് എന്താ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ചേച്ചി ഇവിടെ ഭയങ്കര ഒരു സംഭവം ഉണ്ടായി എന്ന് പറയണേ. എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഈ ജോമോൻ ചേട്ടൻ്റെ റൂം പരിശോധിച്ചപ്പോൾ എനിക്കൊരു കാര്യം അറിയാൻ കഴിഞ്ഞു, എന്താണെന്ന് ചോദിക്കുകയാണേ. അപ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയണം. അപ്പോൾ ഡയറിയിൽ നിന്ന് ഇങ്ങനെ ഒരു സൂചന കിട്ടി, അതനുസരിച്ച് ജോമോൻ ചേട്ടൻ്റെ ഫോൺ ഞങ്ങൾ പരിശോധിച്ചു, ഫോൺ നന്നാക്കാൻ കൊടുത്തു. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമായിട്ടുള്ള വിവരം കിട്ടിയെന്ന് പറയണം. എന്താ കിട്ടിയതെന്ന് ചോദിക്കുമ്പോൾ ഷെറിൻ ചേച്ചി ഗർഭിണിയായിരുന്നു ചേച്ചി ജോമോൻ ചേട്ടൻ മരിക്കുമ്പോൾ എന്ന് പറയണേ. അത് കേട്ടിട്ട് സത്യമാണോ നീ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അലീന. അതേ ചേച്ചി സത്യമാണ്, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ അന്നൊന്നും ആർക്കും അറിയത്തില്ലായിരുന്നല്ലോ. ഇപ്പോൾ ഏകദേശം 3-4 വർഷമായില്ലേ, ഇപ്പോൾ കൊച്ചുണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പം നമ്മുടെ ചിന്നുമോളുടെയൊക്കെ ഏജ് ഉണ്ടായിരിക്കും എന്ന് പറയാണ് രേവതിക്കുട്ടി. ശരിയാ, അപ്പോൾ 4 വർഷമായില്ലേ, നമ്മുടെ ചിന്നുമോൾക്ക് ഇപ്പോൾ 4 വയസ്സായില്ലേ. അപ്പോൾ അങ്ങനെ നോക്കണമെങ്കിൽ ചിന്നുമോളുടെ ഏജ് ആയിരിക്കും. പക്ഷേ കൊച്ചിനെ പ്രസവിച്ചിട്ടുണ്ടോ, അതിനെ കളയുകയാണോ ചെയ്തത്, അബോർട്ട് ചെയ്യുകയാണോ ചെയ്തത് ഒന്നും അറിയത്തില്ല ചേച്ചി, എന്താ ഇനിയിപ്പോൾ ഇതിനൊരു വഴി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അലീനയോട്. സാരമില്ല, നമുക്ക് ഒരു കാര്യം ചെയ്യാം, നിങ്ങളൊരു ദിവസം ഷെറിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ ഒന്ന് അന്വേഷിക്കാൻ നോക്കുമെന്ന് പറയുമ്പോൾ അത് ഞാൻ പറഞ്ഞു ആൻറ്റിയോട്, പക്ഷേ ആൻറ്റി പറഞ്ഞത് ജോമോൻ ചേട്ടൻ മരിച്ചതിന് ശേഷം ഷെറിൻ ചേച്ചിയെ പറ്റിയിട്ട് ഒന്നും അന്വേഷിച്ചിട്ടില്ല എന്നാണ്. ഇനിയിപ്പോൾ എന്ത് പറഞ്ഞ് അങ്ങോട്ടേക്ക് ചെല്ലും എന്നുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ട് എന്ന് പറയണം. അതൊന്നും സാരമില്ല, ഇപ്പം ഇത്രയും ഒരു വിവരങ്ങൾ അറിഞ്ഞില്ലേ, അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട്, പക്ഷെ അത് ചോദിക്കുകയും പറയൊന്നും വേണ്ട, എന്നാലും നമ്മൾ അതിൻ്റെ ഒരു സത്യാവസ്ഥ, ഇപ്പോൾ കൊച്ചിനെ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ചിന്നമ്മോളുടെ അത്രയും ആയിട്ടുണ്ടാവുമല്ലോ, ഇനി അതല്ല വേറെ വിവാഹം കഴിച്ച് ആ കൊച്ചിനെയും കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അങ്ങനെ ജീവിച്ചോട്ടെ. പിന്നെ അതുമല്ല, ഇനി അഥവാ കൊച്ചിനെ കൂട്ടാതെ വേറൊരു ലൈഫിലേക്ക് പോയതാണെങ്കിലോ അപ്പോൾ നമുക്ക് കൊച്ചിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാമല്ലോ എന്നൊക്കെ ഇങ്ങനെ അലീന പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ രേവതിക്കുട്ടിക്ക്. അപ്പോൾ രേവതിക്കുട്ടിക്ക് തോന്നുന്നുണ്ട് അത് നല്ല ഐഡിയ ആണ്, എന്താണെങ്കിലും ഷെറിൻ ചേച്ചിയുടെ വീട്ടിലേക്ക്
ഒന്ന് പോവാമെന്ന് തന്നെ തീരുമാനിക്കുകയാണ് രേവതിക്കുട്ടി. ഞാൻ എന്തായാലും ആൻറ്റിയോടും അങ്കിളിനോടും സംസാരിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മനു വീട്ടിലേക്ക് വരുന്നതാണ്. മനു വീട്ടിലേക്ക് വരുമ്പോൾ കമല ഡോർ തുറക്കുന്നുണ്ട്. അപ്പോൾ കമലയെ നമ്മുടെ അനന്യയുടെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മനു വീട്ടിൽ വന്നിട്ട് കയറാതെ പോയി, ഇത്ര ഇടം വരെ വന്നിട്ട് വീട്ടിലൊന്ന് കയറിയില്ല, എന്താ അവൻ കയറാഞ്ഞത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ഒരു ദേഷ്യമൊക്കെ നമ്മുടെ കമലയ്ക്ക് ഉണ്ട് മനുവിനോട്. അപ്പം മനു വരുമ്പോൾ തന്നെ കുറച്ച് ദേഷ്യത്തിലാണ് ചോദിക്കുന്നത്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, നിൻ്റെ കൂടെ അനന്യ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ആ ഉണ്ടായിരുന്നു, നിങ്ങൾ ഒരുമിച്ചാണോ വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെ, എന്നിട്ട് നീ അവളെ എവിടെ ഇറക്കി വിട്ടെ? ഞാൻ അവളെ വീടിൻ്റെ മുന്നിൽ ഇറക്കി വിട്ടല്ലോ എന്ന് പറയണം മനു. അമ്മയോട് ഇതൊക്കെ ആര് പറഞ്ഞു? ഇതൊക്കെ ഞാൻ അറിഞ്ഞു. ഓ, ആൻറ്റി വിളിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ എന്ന് ചോദിക്കുകയാണ്. നീ എന്താ അവിടെ കയറാൻ ഞാൻ ചോദിക്കുകയാണ്. എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല അമ്മ, എനിക്ക് ഇവിടെ വന്നിട്ട് 100 കൂട്ടം കാര്യങ്ങളുണ്ട്. എന്ത് സമയം ഉണ്ടായിരുന്നില്ല എന്ന്? ഒന്ന് അവിടെ വരെ അത്രയും ചെന്ന സ്ഥിതിക്ക് അവിടെ ഒന്ന് കയറിയിട്ട് പോകുന്നുണ്ടായിരുന്നോ നിനക്ക് എന്ന് ചോദിക്കുകയാണ്. എനിക്ക് അപ്പം കയറാനൊരു മൂടുണ്ടായില്ല, അവൾ വിളിച്ചതാണ് എന്നെ, പക്ഷേ ഞാൻ ചെന്നില്ല എന്ന് പറയണം. അതെന്താ നീ ചെല്ലാഞ്ഞത്? നിനക്ക് ഇവിടെ വന്നിട്ട് ഇത്രയ്ക്ക് അത്യാവശ്യം എന്താണ്? എന്തായാലും ഇന്ന് ലീവല്ലേ, ഒന്ന് അവിടെ കയറിയിട്ട് ഇങ്ങോട്ട് പോന്നാൽ പോയായിരുന്നോ നിനക്ക് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനു പറയുന്നത്, എനിക്ക് അപ്പോൾ സൗകര്യപ്പെട്ടില്ല, അതെന്നെ കാര്യം എന്ന് പറയണം. നിനക്ക് പിന്നെ എപ്പോഴാണ് സൗകര്യപ്പെടുക? അവിടെ വരെ ചെന്നിട്ട് നീ കയറിയില്ല എന്നും പറഞ്ഞ് പരാതി പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നെ. വളരെ മോശമായി മനു നീ ചെയ്തത് എന്നൊക്കെ പറയണം. അമ്മ, ഞാൻ വീട്ടിലേക്കൊന്ന് വന്ന് കയറിയിട്ടേ ഉള്ളൂ, എനിക്ക് ഇത്തിരി മനസ്സമാധാനം എന്താ, ഞാനൊന്ന് അകത്തേക്ക് കയറിക്കോട്ടെ എന്ന് പറയുമ്പോൾ കമല മിണ്ടാതിരിക്കട്ടോ. അമ്മ, എനിക്ക് ഇത്തിരി ഒരു വെള്ളമെങ്കിലും കുടിക്കാൻ തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ വന്ന ഉടനെ തന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്നെ ഇറിറ്റേറ്റ് ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ കുടിക്കാനോ കഴിക്കാനൊക്കെ എടുത്ത് വെക്ക് എന്ന് പറയണം. അപ്പോൾ അവിടെ കയറി കഴിഞ്ഞാൽ ആൻറ്റി ഇനി അതും ഇതൊക്കെ തിന്നാനും ഒക്കെ നിർബന്ധിക്കും. അപ്പോൾ അതൊക്കെ ഓർത്തിട്ടാണ് ഞാൻ അവിടെ കയറാഞ്ഞത് എന്നും പറയുന്നുണ്ട് കേട്ടോ മനു. അങ്ങനെ വീട്ടിലേക്ക് വന്ന ഉടനെ തന്നെ മനു ചെയ്യുന്നത് അലീനെ ഒന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശി വീണ കാര്യമൊക്കെ മനു അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അലീനയെ വിളിച്ച് നോക്കുകയാണ്. അപ്പോൾ അലീനയെ വിളിച്ചിട്ട് കോള് കിട്ടുന്നില്ല. അലീനയുടെ ഫോണ് എപ്പോഴും സ്വിച്ച് ഓഫ് ആയിരിക്കുമല്ലോ. ഇപ്പോൾ രേവതിക്കുട്ടി വിളിച്ചതിന് ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടായിരുന്നു. ആ ഫോൺ കംപ്ലൈൻ്റ് ഉള്ള ഫോണാണ്, അതുകൊണ്ട് സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അലീനയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അത് കണ്ടിട്ട് കമൽ ചോദിക്കുന്നുണ്ട്, നീ വീട്ടിൽ വന്ന് കയറിയ ഉടനെ ആരെയാണ് ഈ വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അലീനയെ വിളിച്ചതാണ്. ഓ, ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ നിനക്ക് അലീനയെ വിളിക്കണോ? അതിന് മാത്രം എന്താ ഇപ്പം നിങ്ങൾ തമ്മിലുള്ളത് എന്നൊക്കെ പറഞ്ഞ് മനുവിനോട് വീണ്ടും ദേഷ്യപ്പെടുകയാണ് കേട്ടോ കമല. അപ്പം മനു പറയുന്നുണ്ട്, എൻ്റെ അമ്മ, എനിക്ക് മുത്തശ്ശിയുടെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അലീനയെ വിളിക്കണം, അതുകൊണ്ടാണ് ഞാൻ അലീനയെ വിളിച്ചത് എന്ന് പറയുമ്പോൾ അവിടെ വേറെ ആരൊക്കെയുണ്ട്? വൈജാൻറ്റി ഉണ്ടല്ലോ, ബാലചന്ദ്രൻ ഉണ്ടല്ലോ, അവരൊക്കെ നിനക്ക് വിളിക്കാമല്ലോ. അല്ലെങ്കിൽ രോഹിത് ഉണ്ട്, ബബിതയുണ്ട്, അവരെയൊന്നും വിളിക്കാതെ നീ അലീനയെ വിളിക്കുന്നത്? അതായത് അലീനയാണ് മുത്തശ്ശിയുടെ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ അലീനയ്ക്കും അറിയുള്ളൂ മുത്തശ്ശിയുടെ കാര്യങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ അലീനയെ വിളിക്കുന്നതെന്ന് പറയണം. എനിക്ക് മനസ്സിലാവുന്നൊക്കെ ഉണ്ട്, എനിക്ക് ചെറിയൊരു കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. നിൻ്റെ മനസ്സിൽ വല്ല ഇതും കയറി കൂടിയിട്ടുണ്ടെങ്കിൽ നീ അതങ്ങോട്ട് എടുത്ത് കളഞ്ഞേക്കെന്ന് പറയുമ്പം എൻ്റെ മനസ്സിൽ എന്തെങ്കിലും കയറി കൂടിയിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് കളയണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് അമ്മ. അമ്മ കൂടുതൽ കാര്യങ്ങളൊന്നും ആലോചിച്ച് തല പുണ്ണാക്കണ്ട എന്ന് പറയാണ് മനു. പിന്നീട് കാണിക്കുന്ന ഒരു സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രേസമ്മേൻ്റെ മാമച്ചാൻ്റെ വീട്ടിലേക്ക് അവരുടെ റിലേറ്റീവ്സ് വിരുന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വിരുന്ന് വരുന്ന സമയത്ത് അവർക്ക് രേവതിക്കുട്ടിയെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ വരുന്നത് വേറെ ആരുമല്ല, മാമച്ചാൻ്റെ പെങ്ങളും ഭർത്താവും ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അവർക്ക് രേവതിക്കുട്ടിയുടെ ആ ഇടപഴകൽ, മാമച്ചാനോടും ഗ്രേസമ്മയോടും ഒക്കെ ഇടപഴകുന്നതും അവർ രേവതിക്കുട്ടിയോട് വളരെ സ്നേഹത്തോടെ ഇടപഴകുന്നതൊന്നും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. കാരണം ഇതൊരു അനാഥ പെൺകുട്ടി, ഒരു വേലക്കാരി പെൺകുട്ടിയാണ്. പക്ഷെ അവളുടെ പെരുമാറ്റം കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വീട് അവളുടേതാണ്, ഇത് അവളുടെ അച്ഛനും അമ്മയാണ്, അവളുടെ വീടാണ് എന്നുള്ളൊരു രീതിയിലാണ് അവൾ പെരുമാറുന്നത്. അതുകൊണ്ട് അവർക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല രേവതിക്കുട്ടിയുടെ പെരുമാറ്റം കേട്ടോ. അപ്പോൾ ഇതാരാന്നൊക്കെ ആദ്യം ചോദിക്കുമ്പോൾ ഇതിവിടുത്തെ ഞങ്ങൾ വളർത്തുന്ന കുട്ടിയാണ്, അല്ലെങ്കിൽ ഇവിടെ ഞങ്ങൾ നോക്കാനായിട്ട് നിൽക്കുന്ന കുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്താണ് രേവതിക്കുട്ടി അലീനയെ വിളിക്കാനായിട്ട് അവിടുന്ന് പോയത് കേട്ടോ. ആ സമയത്ത് അങ്ങനെ രേവതിക്കുട്ടി തിരിച്ചു വരുന്ന സമയത്ത് ഗ്രേസമ്മേനോടും മാമച്ചാനോടും ഇവർ പറയുന്നത് കേൾക്കുന്നുണ്ട്. അവളെ ഒരുപാട് സ്വാതന്ത്ര്യം കൊടുത്ത് നിങ്ങൾ നിർത്തണ്ട, അവൾ ആളത്ര ശരിയല്ല കണ്ടിട്ട്. അവളുടെ പെരുമാറ്റം ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വീട് അവളുടേതാണെന്ന് പോലെയാണ് അവളുടെ പെരുമാറ്റമൊക്കെ. അങ്ങനെ ഒരുപാട് സ്വാതന്ത്ര്യം നിങ്ങൾ കൊടുക്കണ്ട എന്നൊക്കെ പറയുന്നത് രേവതിക്കുട്ടി കേൾക്കുകയാണ്. പിന്നീട് മനു നമ്മുടെ അലീനയെ കാണാൻ വരുന്ന ഭാഗങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോണത്. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.